വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് കർത്താവ് ഒരു ദിവസം കൂടി ദാനമായി തന്നു. ആ കർത്താവിനെ നമ്മൾ എത്ര മഹത്വപ്പെടുത്തിയാലും മതി വരില്ല. ഈ ലോകയാത്രയിൽ നമുക്ക് ഓരോ ദിവസം കിട്ടുന്നതോറും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ കർത്താവിൻ്റെ വരവിലേക്ക് ഒരു ദിവസം അടുത്തു. നമ്മൾ പ്രത്യാശ വച്ചിരിക്കുന്ന നാഥനെ കാണുവാൻ നമ്മൾ അടുക്കുന്തോറും നമ്മുടെ സന്തോഷം എത്രമാത്രം വർദ്ധിക്കും. ഞാൻ പ്രത്യേകിച്ചും ആർമി സർവീസിലായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് അവധിയുടെ കാര്യം വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ പോയി വേഗം കാണാമല്ലോ എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലോകയാത്രയിൽ നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുക്കുന്നു എന്ന് കാണുന്തോറും നമ്മുടെ ഉള്ളിൽ സന്തോഷം വർദ്ധിക്കുന്നുണ്ടോ? നിശ്ചയമായും. പ്രത്യേകിച്ചും നമ്മളെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവിനെ ഒന്ന് കാണുക. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട, നമുക്ക് വേണ്ടി മുറിവേൽക്കപ്പെട്ട, നമുക്ക് വേണ്ടി വിരൂപനാക്കപ്പെട്ട ആ നല്ല സ്നേഹനിധിയായ നമ്മുടെ കർത്താവിനെ കാണുവാൻ നമ്മുടെ ഹൃദയം തുടിക്കുന്നുണ്ടോ? നമ്മൾ ഒരു രക്ഷിക്കപ്പെട്ട ദൈവത്തിൽ കർത്താവിനെ കാണുവാനുള്ള ആഗ്രഹം വളരെ വളരെ ഉണ്ടാവും. മറ്റൊന്നും കണ്ടില്ലെങ്കിലും എൻ്റെ കർത്താവിനൊന്ന് കാണണം, മുഖാമുഖം ഒന്ന് കാണണം, ആ കർത്താവിനൊരു സ്നേഹചുംബനം കൊടുക്കണം, ആ കർത്താവിനോട് പറ്റി നിൽക്കണം എന്നുള്ളൊരാഗ്രഹം രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളിലും ഉണ്ടാവും. അതുകൊണ്ട് വളരെ വളരെ വിശദീകരിക്കേണ്ട വിഷയങ്ങളാണെങ്കിലും ഞാൻ അല്പമായിട്ട് നമ്മുടെ കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ പ്രത്യാശയുള്ളൊരു ജീവിതമാണോ നമ്മൾ നയിക്കുന്നതെന്നുള്ളൊരു ശോധനയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ്. ഭാവിയെക്കുറിച്ച് അറിയുവാൻ നമുക്ക് മറ്റ് ഈ ലോകപ്രകാരം വഞ്ചിക്കുന്നവരായിരിക്കുന്ന ജനങ്ങളുടെ മധ്യേ പോകാതെ യഥാർത്ഥമായി നമ്മുടെ ഭാവി അറിയുന്ന ദൈവത്തിങ്കിലേക്കും ദൈവവചനത്തിങ്കിലേക്കും നമ്മൾ തിരിഞ്ഞാൽ അതെത്രയോ അനുഗ്രഹിക്കപ്പെട്ടൊരു പദവിയായിരിക്കും. അതുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന അതിനാധാരമായിട്ട് 1 കൊരിന്ത്യർ അതിൻ്റെ 2-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യം ഞാൻ വായിക്കാം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനിലുള്ളത് അവരിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും? അതുകൊണ്ടും തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. വളരെ വിലപ്പെട്ടൊരു കാര്യമല്ലേ ഈ വാക്യം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, അത് വളരെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം അത് നമുക്കുണ്ടാകുന്നത് യഥാർത്ഥത്തിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ. നമുക്കതുവരെയും നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ദൈവം നമുക്ക് സ്നേഹം തന്ന് ആ സ്നേഹത്തിലൂടെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുകയാണ്. വളരെ വിലപ്പെട്ട കാര്യമല്ലേ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അത്ര ഗഹനമായ കാര്യമാണ് തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ ആർക്കും അറിയത്തില്ലെങ്കിലും ദൈവം നമുക്കത് വെളിപ്പെടുത്തിയെന്നാണ് വചനം പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് ദൈവം അത് വെളിപ്പെടുത്തി. ദൈവം വെളിപ്പെടുത്താതെ നമുക്കൊരിക്കലും ഭാവിയെക്കുറിച്ചോ നിത്യതയെക്കുറിച്ചോ നമുക്കൊന്നും അറിയാൻ കഴിയില്ല. കാരണം ദൈവം ആദിയിലെ അവസാനവും അറിയുന്നവനാണ്. അപ്പോൾ അങ്ങനെയുള്ള ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്നിരിക്കുക തൻ്റെ ആത്മാവിലൂടെ. അപ്പോൾ ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ ആത്മാവുള്ള ജനമാണ്. നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പോൾ ഈ ആത്മാവിലൂടെ നമുക്ക് ആത്മീയമായ കാര്യങ്ങൾ, നിത്യതയോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. അതിനും ആധാരമായിട്ട് ദൈവത്തിൻ്റെ വചനം. കാരണം തൻ്റെ വചനത്തിലൂടെ ദൈവം സകല കാര്യങ്ങളും വെളിപ്പെടുത്തി നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ വായിച്ച് അതൊന്ന് ഗ്രഹിച്ച് അതിനെ അനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇവിടുത്തെ നമുക്കറിയാം, ദൈവം വിളിച്ചു വേർതിരിക്കപ്പെട്ട
തൻ്റെ വിശുദ്ധന്മാർക്ക് കാലാകാലങ്ങളിൽ ഈ സത്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർപെടുത്തി തനിക്ക് ഒരു വാഗ്ദത്ത ദേശം ദൈവം വാഗ്ദത്തം ചെയ്തു. ദൈവം അബ്രഹാമിനെ കൊണ്ടുപോയി ആ വാഗ്ദത്ത ദേശത്താക്കിയപ്പോൾ അവിടെയുള്ള അനുഭവത്തെക്കുറിച്ച് നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്, താൻ വാഗ്ദത്ത ദേശത്ത് പാർക്കുമ്പോൾ പോലും അബ്രഹാമിൻ്റെ മനസ്സിലേക്ക് അവൻ്റെ ഹൃദയത്തിലേക്ക് ആ ദേശം കടന്നില്ല. അവിടുത്തെ സംഭവം പറയുന്നത് എബ്രായ ലേഖനം 11-ാം അധ്യായം 9-10 വാക്യം. ഹീബ്രൂ ചാപ്റ്റർ 11 വേഴ്സ് 9 and 10. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. കണ്ടോ? അപ്പോൾ ദൈവം ഒരു നഗരം ഒരുക്കുന്നു എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാട് ദൈവം അബ്രഹാമിന് കൊടുത്തു. അതുകൊണ്ട് കനാൻ ദേശത്തിലെ പുഷ്ടിയൊന്നും അബ്രഹാമിനെ ആകർഷിച്ചില്ല. താൻ ഈ ലോകത്തിൽ പരദേശി എന്ന് എണ്ണിക്കൊണ്ട് തൻ്റെ ഈ ജീവിതകാലം വെറും അല്പകാലം മാത്രമാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ അബ്രഹാം ജീവിക്കുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ ഇവിടെ അത് അബ്രഹാം മാത്രമല്ല, ഏത് കാലഘട്ടത്തിലും ജീവിക്കുന്ന വിശുദ്ധന്മാർക്ക് തൻ്റെ ആത്മാവിലൂടെ ദൈവം ഈ കാര്യം വെളിപ്പെടുത്തിയിരുന്നു. നമ്മളതിൻ്റെ എബ്രായ ലേഖനം 11-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ, ഹീബ്രൂ ചാപ്റ്റർ 11 വേഴ്സ് 13, ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. കണ്ടോ? അപ്പോൾ ഇവരെല്ലാവരും ദൈവികമായ വാഗ്ദത്തങ്ങളെ ദൂരവേ നിന്ന് ഭാവിയിൽ ലഭിക്കാതിരിക്കുന്നവയെ കണ്ടു വിശ്വാസ കണ്ണുകൾ കൊണ്ട്. എന്നിട്ട് അതിൻ്റെ 16-ാം വാക്യത്തിൽ 16, അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഈ ലോകയാത്രയിൽ നമ്മൾ നിത്യതയുടെ കാഴ്ചപ്പാടിൽ ജീവിക്കുന്നുവെങ്കിൽ, നമ്മൾ നിത്യതയുടെ കാഴ്ചപ്പാടിൽ ദൈവം ഇരിക്കുന്നിടമായ ഉയരങ്ങളിലുള്ള അന്വേഷിക്കുന്നുവെങ്കിൽ അത് ദൈവഹൃദയത്തെ വളരെ സന്തോഷിപ്പിക്കുന്നതാണ്. ഈ ലോകവും ഈ കാണുന്നതെല്ലാം ഒരിക്കൽ കത്തി അഴിയാൻ പോവുകയാണെന്ന് പത്രോസിൻ്റെ 2-ാം ലേഖനത്തിൽ പത്രോസിലേക്ക് പറഞ്ഞിരിക്കുക. അപ്പോൾ കത്തി അഴിയാൻ പോകുന്ന ഈ ഭൂമിയിലെ കാര്യങ്ങളിലേക്ക് നമ്മൾ മനസ്സ് വയ്ക്കാതെ നിത്യതയിലേക്ക് എന്നേക്കും നിലനിൽക്കുന്ന വസ്തുവിലേക്ക് നമ്മുടെ ദൃഷ്ടി പതിപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളതിൻ്റെ എബ്രായ ലേഖനം 13-ന്റെ 14-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത്. എത്ര വിലപ്പെട്ട കാര്യമാണ്! ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരം ഇല്ല. അതുകൊണ്ട് നമ്മൾ വളരെ അല്പകാലം മാത്രമുള്ള ഈ ചെറിയൊരു ആയുസ് നമ്മൾ എങ്ങനെ ജീവിക്കണം? നിത്യതയെ കണ്ടുകൊണ്ട് ജീവിക്കണം. നമ്മൾ ആരെങ്കിലും ഈ ലോകയാത്ര കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ വന്ന് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഇയ്യോബിൻ്റെ പുസ്തകം 7-ാം അധ്യായം, ഇയ്യോബ് ചാപ്റ്റർ 7 9 and 10, അതിൻ്റെ 9-10 വാക്യം, മേഘം ക്ഷയിച്ച് മാഞ്ഞു പോകുന്നത് പോലെ പാതാളത്തിലിറങ്ങുന്നവൻ വീണ്ടും കയറി വരുന്നില്ല. അവൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരികയില്ല. അവൻ്റെ ഇടം ഇനി അവനെ അറിയുകയില്ല. പറയുന്നതിന് സാരം മനസ്സിലായോ? നമ്മുടെ ജീവിതം എത്ര ക്ഷണികമാണ്. ഈ ലോകത്ത് മാറ്റപ്പെട്ടാൽ വീണ്ടും അവൻ അങ്ങോട്ട് മടങ്ങി വരുന്നില്ല, അല്ലെങ്കിൽ ഈ ലോകത്തിലേക്ക് മടങ്ങി വരുന്നില്ല. പറയുന്നതിൻ്റെ സാരം കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും ഇവിടെ നമുക്ക് വരാമെന്ന് ചിന്തിച്ചാൽ അത് നടക്കില്ല. വിശുദ്ധന്മാരുള്ള ബന്ധത്തിൽ നമുക്കറിയാം, നമ്മൾ കർത്താവിൻ്റെ കൂടെ ഈ ലോകത്ത് 1000 ആണ്ട് ഭരിക്കും. അതിനെക്കുറിച്ചല്ല, അതൊരു വ്യത്യസ്ത നിലയിലുമാണ്. എന്നാൽ ഒരു മനുഷ്യനും ഒരിക്കലും മടങ്ങി വന്ന് വീണ്ടും തൻ്റെ പാർപ്പിടത്തിൽ പാർക്കുവാൻ അവസരം ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലോക ജീവിതയാത്രയിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ എത്ര വിലപ്പെട്ടതായി കണ്ടുകൊണ്ട്
നിത്യതയുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ജീവിക്കണം. അങ്ങനെ നമ്മൾ ജീവിച്ചില്ല എങ്കിൽ നമുക്കുണ്ടാകുവാനുള്ള തീരാ നഷ്ടത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. അതിനൊരു നല്ല ദൃഷ്ടാന്തമാണ് കർത്താവ് പറഞ്ഞ ഒരു സംഭവം. അതൊരു കഥയല്ല. ആരുടെയാ? ധനവാന്റെയും ലാസറിൻ്റെയും സംഭവം. നമ്മൾ ചിന്തിക്കുക, പ്രിയമുള്ളവരെ, ഒരേ ഒരു ആയുസ്സേ ഉള്ളൂ. ഈ ആയുസ്സിൽ നമ്മൾ എന്ത് തിരഞ്ഞെടുത്തു, നാം എങ്ങനെ ജീവിച്ചു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നിത്യതയുള്ളത് എന്നൊരിക്കലും മറക്കരുത്. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ലൂക്ക് ചാപ്റ്റർ 16, അവിടെ നമുക്ക് ആ സംഭവങ്ങൾ കാണാൻ കഴിയും. ധനവാന്റെയും ലാസറിൻ്റെയും സംഭവം. അതിൻ്റെ 19 മുതൽ 31 വരെയുള്ള വാക്യമാണ്. ഞാൻ അതിന് അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഓർപ്പിക്കട്ടെ. അപ്പോൾ ഇവിടെ ഈ ധനവാൻ മരണാനന്തരം ദണ്ഡന സ്ഥലത്തേക്ക് പോവുകയാണ്, യാതനാ സ്ഥലത്തേക്ക്. അവിടെ കിടന്നുകൊണ്ട് അബ്രഹാം പിതാവിനോട് പറയുന്ന ഒരു സംഭാഷണമാണ്. അപ്പോൾ അബ്രഹാം പിതാവ് കൊടുക്കുന്ന മറുപടിയും വളരെ ചിന്തനീയമാണ്. വളരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാണ്. ലൂക്കോസ് 16-ന്റെ 24-25, ലൂക്ക് ചാപ്റ്റർ 16 വേഴ്സ് 24-25. അവിടെ വായിക്കുന്നത്, അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെ ഈ ധനവാൻ ഈ ദണ്ഡന സ്ഥലത്ത് കിടന്നുകൊണ്ട് തീയിൽ കിടന്ന് വേദന അനുഭവിക്കുക. എന്നാൽ ഈ ലോകത്തിൽ വളരെ കഷ്ടതയിൽ ജീവിച്ച അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്ന ലാസർ ഇതാ അബ്രഹാമിൻ്റെ കൂടെ മടിയിൽ താൻ ആനന്ദിക്കുക. നോക്കുക. അപ്പോൾ നമുക്ക് മരണാനന്തരം നമ്മുടെ ജീവിതം എവിടെയായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയ ബോധ്യം, പ്രിയമുള്ളവരെ, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ മാത്രമാണ്. അത് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് ഈ ജ്ഞാനം, ഈ അറിവ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇവിടെ ഈ സംഭവം ഇതൊരു കഥയല്ല, ഇതൊരു സംഭവമാണ്. അപ്പോൾ ഈ ധനവാൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ തൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചു, ദൈവഹിതം അന്വേഷിച്ചില്ല. അവൻ അടിപൊളിയായ ജീവിതം നയിച്ചേ. എന്നാൽ ഈ ലാസർ വെറുതെ ആ ഒന്നുമില്ലായ്മയിലും കർത്താവിനെ മഹത്വപ്പെടുത്തി. നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഒരിക്കലും നനയാത്ത നാഴികയിൽ മരണം നമ്മളെ കടന്നു പിടിക്കും. നമ്മൾ ഈ ലോകത്ത് മാറ്റപ്പെട്ടാൽ പിന്നീടുള്ളത് നിത്യതയാണ്. അത് മറക്കരുത്. ഇവിടെ കിടക്കുന്ന ഈ ധനവാന്റെ അബ്രഹാം പിതാവിനോടുള്ള വേറൊരു അപേക്ഷ, അതും വളരെ ചിന്തനീയമാണ്. കാരണം ഈ തീയിൽ കിടക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും തൻ്റെ പ്രിയപ്പെട്ടവരാരും അവിടെ വരാൻ ആഗ്രഹിക്കില്ല. തൻ്റെ ഒരു അടുത്ത ഒരു നിവേദനം, ഒരു അപേക്ഷ, അതിൻ്റെ 27-28, 27-28, അതിന് അവൻ, എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറഞ്ഞിട്ടേ എന്ന് പറഞ്ഞു. നോക്കുക, ഇവിടെ ഇവൻ്റെ ആഗ്രഹം, എങ്ങനെയെങ്കിലും എൻ്റെ സഹോദരന്മാരെ രക്ഷിക്കാൻ പറ്റുമോ? ഈ ലാസർ എന്നൊരു സാക്ഷ്യം പറയുകയാണെങ്കിൽ നിശ്ചയമായിട്ടും അവർ രക്ഷിക്കപ്പെടുമെന്നൊക്കെയാണ് ഈ ധനവാന്റെ കണക്കുകൂട്ടൽ. എന്നാൽ നമുക്കറിയാം, ഒരിക്കലും അങ്ങനെ പോയി ലാസർ സാക്ഷ്യം പറഞ്ഞാലും അവർ അത് വിശ്വസിക്കില്ല. കാരണം അവരും ഇതേ മനുഷ്യൻ്റെ അതേ ആറ്റിറ്റ്യൂഡുകാരാണ്, അതേ സ്വഭാവക്കാരാണ്. അപ്പോൾ ഇവിടെ അബ്രഹാം അതിന് കൊടുക്കുന്ന മറുപടി വളരെ ശ്രേഷ്ഠമാണ്. അതിൻ്റെ 31-ാം വാക്യം, 31, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്നും ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. കണ്ടോ, കൃത്യമല്ലേ? ദൈവവചനത്തിൽ വിശ്വസിക്കാത്ത ഒരുവൻ, ഒരു മരിച്ച ഒരു വ്യക്തി ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഒരിക്കലുമില്ല. ചിന്തിക്കുക, തിരുവചനത്തോടുള്ള നമ്മുടെ പ്രതിപത്തി,
ദൈവവചനത്തെ നമ്മളെ എന്തായി കാണുന്നു. ഈ വചനം സത്യമാണെന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ നമ്മൾ ഈ ലോക ജീവിതത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാതിരിക്കുമോ? പ്രിയമുള്ളവരെ, ഇത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഈ ലോകത്തിലെ ദുഷ്ടന്മാർ, ദൈവത്തെ അറിയാത്ത ജനം, അവരുടെ ജീവിതത്തെക്കുറിച്ച് ഇയ്യോബ് പറയുന്ന ഒരു പ്രസ്താവന ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 21-ാം അധ്യായം, ഇയ്യോബ് ചാപ്റ്റർ 21 വേഴ്സ് 13. അവിടെ വായിക്കുന്നത്, അവർ സുഖമായി നാൾ കഴിക്കുന്നു, മാത്രകൊണ്ട് പാതാളത്തിലേക്ക് ഇറങ്ങുന്നു. കണ്ടോ, അവർ സുഖമായി ഈ ലോക ജീവിതത്തിൽ അവർ സുഖമായി ജീവിക്കുക, എന്നാൽ നിമിഷങ്ങൾ കൊണ്ട്, വളരെ ചെറിയ സമയം കൊണ്ട് അവർ പാതാളത്തിലേക്ക് ഇറങ്ങുന്നു. നോക്കുക, പാതാളത്തിലേക്ക് ഇറങ്ങുന്നു. അപ്പം നമ്മളിവിടെ കണ്ട ഈ ധനവാനായ മനുഷ്യൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, മരണാനന്തരം 2 വ്യത്യസ്ത അനുഭവങ്ങളിലേക്ക് ജനങ്ങൾ പോവുകയാണ്. ഒന്നെങ്കിൽ അവർ നിത്യ സന്തോഷത്തിലേക്ക് പോവുകയാണ്. നിത്യസന്തോഷം, ഒരിക്കലും വർണ്ണിക്കാൻ കഴിയാത്ത അത്ര ശ്രേഷ്ഠമായ ഒരു സന്തോഷത്തിലേക്ക്. അല്ലെങ്കിൽ അവർ നിത്യമായ യാതനയിലേക്ക്, ദുഃഖത്തിലേക്ക്, വേദനയിലേക്ക് പോവുകയാണ്. വളരെ ശ്രദ്ധിക്കുക. നമ്മൾ ഈ ധനവാന്റെയും ലാസറിൻ്റെയും വിഷയം തന്നെ നമുക്ക് എടുക്കാം. അതിൻ്റെ 16-ാം അധ്യായം, അതിൻ്റെ 22-ഉം 23-ഉം വാക്യം. ലൂക്ക 16:22. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ആ ദരിദ്രൻ കഷ്ടപ്പെട്ട് ജീവിച്ച ആ മനുഷ്യൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. നോക്കുക പ്രിയമുള്ളവരെ, അടുത്തത്, ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ. അവിടെ ധനവാൻ മരിച്ചടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ. നോക്കുക, 2 സ്ഥലങ്ങളാണ്. ഒന്ന് നിത്യസന്തോഷത്തിൻ്റെ സ്ഥലം, മറ്റൊന്ന് നിത്യയാതനയുടെ സ്ഥലം. ഇനി നമുക്കറിയാം, ഈ ധനവാൻ ഒരിക്കൽ കർത്താവിൻ്റെ വെള്ള സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കും. അവിടെ ന്യായം വിധിക്കുന്ന ശേഷം നിത്യ അഗ്നിയിലേക്ക്, ഈ യാതനാ സ്ഥലത്തേക്കാളും ഭയങ്കരമായിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് താൻ പോകാൻ പോവുകയാണ്. ചിന്തിക്കുക പ്രിയമുള്ളവരെ. എന്നാൽ ലാസർ ഇന്ന് സ്വർഗീയ ഭവനത്തിൽ വളരെ സന്തോഷവാനായിരിക്കുക. ചിന്തിക്കുക. എല്ലാ വിശുദ്ധന്മാരും മനസ്സിലാക്കണം, നമ്മൾ മരണാനന്തരം 2 സ്ഥലങ്ങളിലേക്ക് മാറ്റപ്പെടുകയാണ്. നമ്മൾ ഇന്ന് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിക്കുന്നില്ല എങ്കിൽ നേരെ പോകുന്നത് ഈ യാതനാ സ്ഥലത്തേക്കാണ്. എന്നാൽ ഇവിടെ ഇതാ ലാസർ, ദൈവഭക്തനായ ലാസർ, താൻ അബ്രഹാമിൻ്റെ മടിയിലേക്ക് പോയത്. താൻ വിശ്രമത്തിലേക്ക് പോവുകയാണ്, വളരെയധികം സന്തോഷത്തിലേക്ക് പോവുകയാണ്. ആ വാക്യങ്ങൾ എത്ര വിലപ്പെട്ടതാ അല്ലേ? അവൻ ഇവിടെ ചിന്തിക്കുക, വളരെ അവൻ യാതനാ സ്ഥലത്തേക്ക് പോയി, പാതാളത്തിൽ യാതന അനുഭവിക്കുക. ഈ യാതനയ്ക്ക് ഇനി അറുതിയുണ്ടോ? ഒരിക്കലുമില്ല. ഇയ്യോബ് തന്നെ പറയുന്നുണ്ട്, ഇയ്യോബ് 24:19 ബി പാട്ടിൽ, ഈ ജോബ് ചാപ്റ്റർ 24 വേഴ്സ് 19 ബി പാട്ട് में ഭാവി പാതാളത്തിനിര, ഭാവി പാതാളത്തിനിര. പ്രിയമുള്ളവരെ, നമ്മൾ സങ്കീർത്തനം 9 ദാവീദ് പറയുന്നുണ്ട്, അതിൻ്റെ 17-ാം വാക്യത്തിൽ, സാംസ് 9:17, ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതം ഇന്ന് എവിടെയാണ്, നാം എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്, ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതല്ലേ? ഈ പാതാളത്തിലേക്ക് പോകുവാൻ ദുഷ്ടാത്മാക്കൾ പോലും ഭയപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ആ ലഗ്യോൻ ബാധിച്ച ആ മനുഷ്യൻ കർത്താവിനോട് അപേക്ഷിക്കുന്ന ഒരു അപേക്ഷയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ലൂക്കോസ് 8-ാം അധ്യായം, അതിൻ്റെ 30-31 വാക്യം. ലൂക്ക് ചാപ്റ്റർ 8 വേഴ്സ് 30-31. അതിൻ്റെ ഈ ദുഷ്ടാത്മാക്കൾ കർത്താവിനോട് പറയുന്നത്, യേശു അവനോട് നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചു.
അനേക ഭൂതങ്ങൾ അവനെ ബാധിച്ചിരുന്നതുകൊണ്ട് ലെഗിയോൻ എന്ന് അവൻ പറഞ്ഞു. പാതാളത്തിലേക്ക് പോകുവാൻ കൽപ്പിക്കരുത് എന്ന് അവ അവനോട് അപേക്ഷിച്ചു. കണ്ടോ, പാതാളത്തിലേക്ക് പോകുവാൻ ഈ ഭൂതങ്ങൾ പോലും, ഈ പൈശാചിക ആത്മാക്കൾ പോലും ഭയപ്പെടുന്നു. എന്നെ കേൾക്കുന്നവർ രക്ഷിക്കപ്പെട്ടവരല്ലെങ്കിൽ ഞാൻ നിങ്ങളോടൊന്ന് ഓർപ്പിക്കട്ടെ, ഇപ്പോൾ മാനസാന്തരത്തിനുള്ള അവസരമാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളെ വിളിക്കുക. നമ്മൾ യെശയ്യാ പ്രവചനത്തിൽ അനുഗ്രഹീതമായ ഒരു വാക്യം ഇങ്ങനെയുണ്ട്. യെശയ്യാ പ്രവചനം അതിൻ്റെ 55-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത്, ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ, അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഈ ക്ഷമ പ്രാപിച്ച് ജീവിക്കുവാൻ കടപ്പെട്ട ഒരു സമയമാണ്. നിങ്ങൾ ചിന്തിക്കുക, ഈ ചെറിയൊരു ആയുസ്സിൽ നമ്മൾ ഈ സത്യം മനസ്സിലാക്കി കർത്താവിനോട് ചേർന്ന് നമ്മൾ ജീവിച്ചില്ല എങ്കിൽ നമ്മുടെ നിത്യത നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. നമ്മൾക്ക് ഇപ്പോൾ തിരഞ്ഞെടുപ്പിനുള്ള സമയമാണ്. മനുഷ്യന് തിരഞ്ഞെടുക്കാം. നമുക്കറിയാം, 2 വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന് വിശാലവും ഒന്ന് വീതി കുറഞ്ഞതുമായ വഴികൾ. മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായം 13-14 വാക്യം വായിക്കുമ്പോൾ, മാത്യു ചാപ്റ്റർ 7:13 and 14, അവിടെ വായിക്കുന്നത്, ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവനിലേക്ക് പോകുന്ന വഴി വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, നിങ്ങൾ ഇന്ന് ഏത് പാതയിലാണ് ജീവിക്കുന്നേ? ആ ജീവൻ്റെ മാർഗത്തിലാണോ? അതോ നമുക്ക് ഇഷ്ടമുള്ള പാതയിൽ തന്നിഷ്ടം ചെയ്ത് ജീവിക്കുന്ന ഒരു അനുഭവമാണോ? നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിച്ചുകൊണ്ട്, നമ്മുടെ ഇഷ്ടപ്രകാരം ഭക്തി ചെയ്തുകൊണ്ട് ജീവിച്ചാൽ, പ്രിയമുള്ളവരെ, ചെന്ന് പതിക്കുന്നത് ആ ധനവാന് പറ്റിയതുപോലെ ആ പാതാളത്തിൽ യാതനാ സ്ഥലത്തേക്കായിരിക്കും. പിന്നീട് അവർക്ക് അവിടെ നിന്നൊരു വിടുതലില്ല. എന്നാൽ നമുക്കിന്ന് ഒരു വഴി ദൈവം തുറന്നിട്ടുണ്ട്. അത് ജീവനുള്ള വഴിയാണ്. ആ ജീവനുള്ള വഴി കർത്താവായ യേശുക്രിസ്തുവാണ്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞല്ലോ, യോഹന്നാൻ 14:6, വഴിയും സത്യവും ജീവനും ഞാൻ തന്നെ, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോൾ ക്രിസ്തു വഴി പറഞ്ഞു തരാൻ വേണ്ടി വന്നതല്ല, ക്രിസ്തു നമുക്കായി വഴിയായി വന്നവനാണ്. ക്രിസ്തുവാകുന്ന വഴിയിലൂടെ അല്ലെങ്കിൽ ക്രിസ്തുവിനായി ജീവിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവരെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് വരും. അതേ യോഹന്നാൻ 14:3 കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി ഭവനമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി ഭവനമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമല്ലേ? കർത്താവ് നമ്മളെ ചേർക്കുവാൻ വരുവാനായിട്ട് പോവുകയാണ്. എന്നാൽ ആ കർത്താവിൻ്റെ വരവിനെ നമുക്ക് ഇന്ന് പ്രത്യാശയോടെ കാത്തിരിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മളിൽ ഈ പ്രത്യാശ ഭരിക്കുന്നുണ്ടോ? യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും ദൈവം ഈ ജീവനുള്ള പ്രത്യാശ നൽകിയിട്ടുണ്ട്. ആ പ്രത്യാശയിൽ നമ്മൾ നിത്യതയുടെ കാഴ്ചപ്പാടിൽ ജീവിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതാണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ തൻ്റെ വിശുദ്ധന്മാർക്ക് ദൈവം അത് ആത്മാവിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുമ്പോൾ ഈ ദൈവം നൽകുന്ന ഈ യഥാർത്ഥ പരിജ്ഞാനം അത് പ്രാപിച്ച പൗലോസ് പറയുന്നത് നിങ്ങൾക്കറിയാം. ഫിലിപ്പിലേഖനം 3:7-14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നീണ്ടു വായിക്കണം. അവിടെ കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ എല്ലാം, ഈ ലോകത്തിൽ ലാഭമായിരുന്ന എല്ലാം ഞാൻ ചവറെന്നും എണ്ണുന്നു. വളരെ ഗഹനമാണ് പ്രിയമുള്ളവരെ. നിത്യതയുടെ കാഴ്ചപ്പാട് കണ്ടു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ എത്ര വലിയ സുഖങ്ങളും അതൊന്നുമില്ല, അത് വെറും നിസ്സാരമെന്ന് നമുക്ക് എണ്ണുവാൻ കഴിയണം. ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളിയുടെ മഹാത്മ്യം മനസ്സിലാക്കണം.
എങ്കിൽ മാത്രമേ നമുക്ക് ആ നിലയിലൊരു സമർപ്പണ ബോധത്തോടു കൂടി നമുക്ക് കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതം പ്രകാരമുണ്ട്. യഥാർത്ഥമായിട്ടും നമുക്ക് ഈ സ്വർഗീയമായ വിളി ലഭിച്ചിട്ട് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നതിൻ്റെ ആ കാഴ്ചപ്പാട് കണ്ടുകൊണ്ട് നിത്യതയുടെ കാഴ്ചപ്പാടിൽ നമുക്കെല്ലാം ചെയ്യുവാനായിട്ട് കഴിയുന്നുണ്ടോ? അബ്രഹാമിന് കഴിഞ്ഞു, ഇസ്ഹാക്കും യാക്കോബും ആ കൂട്ടത്തിൽ പങ്കുചേർന്നു. മോശയ്ക്ക് കഴിഞ്ഞു നിത്യതയുടെ കാഴ്ചപ്പാടിൽ താൻ ഫറവോന്റെ പുത്രയുടെ മകനെന്ന് വിളിക്കപ്പെടുന്ന ആ വലിയ പദവികളും മിസ്രൈമിലെ സകല സുഖങ്ങളും വിട്ട് ക്രിസ്തുവിൻ്റെ ജനത്തോടുകൂടെ ദൈവജനത്തോട് കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു എന്ന് നമ്മുടെ എബ്രായർ 11:24 മുതൽ 26 വരെ വായിക്കുന്നുണ്ട്. അവിടെ തൻ്റെ ദൃഷ്ടി പ്രതിഫലത്തിലേക്കായിരുന്നു എന്ന്. പ്രതിഫലം അല്ലെങ്കിൽ നിത്യതയിലുള്ള ആ വലിയ അനുഗ്രഹം, അതാ ഒരു വിശുദ്ധന് വേണ്ടിയത്. നമുക്ക് ഇന്ന് നമ്മുടെ ഓട്ടക്കളത്തിൽ, നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമ്മൾ നിത്യതയുടെ കാഴ്ചപ്പാടിലാണ് ഞാൻ ഓടുന്നതെന്ന് ധൈര്യമായിട്ട് നമുക്ക് പറയാൻ കഴിയുമോ? നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ. നമ്മുടെ കർത്താവ് വേഗം വരുന്നു. ആ കർത്താവിൻ്റെ വരവിന് മുൻപ് നമ്മൾ ആ നിത്യയുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ജീവിച്ചില്ല എങ്കിൽ ഈ ധനവാന് പറ്റിയതുപോലെ പിന്നീട് നമുക്കൊരു അവസരമില്ല. നാം മരണാനന്തരം ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ക്രിയകൾ കൊണ്ട് മറ്റുള്ളവർക്കും നമ്മളെ സഹായിക്കുവാൻ കഴിയില്ല. ആ സംഭവങ്ങളൊക്കെ നമുക്ക് കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ സംഭവത്തിലൂടെ വ്യക്തമാണ്. അതുകൊണ്ട് വഞ്ചിക്കപ്പെടരുത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരേ ഒരു ആയുസ് അത് നിത്യയുടെ കാഴ്ചപ്പാടിൽ ജീവിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഈ ചെറിയ പ്രബോധനത്തിലൂടെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കേൾവിക്കാരായ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ മാത്രം ഇന്നും എന്നേക്കും മാത്രം ഉണ്ടാകട്ടെ.